കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിൻ്റെ അകത്തും പുറത്തും നല്ല യാത്രയിലായിരുന്നു. പലയിടങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയപ്പോൾ അതിൽ ഹോട്ടൽ ബിസിനസ്സുകാരുണ്ട്, പല വ്യവസായങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. പലരും സങ്കടത്തിലാണ്. ഉസ്താദ്, ഞങ്ങളുടെ ഹോട്ടലൊക്കെ അടച്ചുപൂട്ടി. ഏറ്റവും വലിയ സങ്കടം, ഞങ്ങളുടെ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. അവർക്കൊന്നും ശമ്പളം കൊടുക്കാൻ പറ്റണില്ല. അവരൊക്കെ ജോലിയില്ലാതെ വീട്ടിലിരിപ്പാണ്. അവരുടെ കാര്യം പോലും മുട്ടിപ്പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. ഒന്ന് ദ്വാ ചെയ്യണോട്ടോ എന്ന് പറഞ്ഞവരുണ്ട്. സംഗതി ലോകത്ത് എവിടെയോ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം, അല്ലേ, എവിടെയെങ്കിലുമൊക്കെ നടന്നോട്ടെ, നമുക്കിപ്പോൾ എന്താണെന്നാണ്. അങ്ങനെയല്ല. ലോകത്തെവിടെ യുദ്ധം നടന്നാലും പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നമ്മെ അത് വല്ലാതെ പ്രതികൂലമായി ബാധിക്കും. അടുക്കളയിൽ പലയിടത്തും ഗ്യാസിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, അല്ലേ, ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല, കാത്തിരിക്കുകയാണ് നമ്മൾ. വളരെ പെട്ടെന്ന് കിട്ടേണ്ടിയിരുന്ന ഗ്യാസ് ദിവസങ്ങളോളം ആഴ്ചകളോളം കാത്തിരുന്നിട്ടും കിട്ടാത്തൊരവസ്ഥ. അതുപോലെ ഇനി ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ പെട്രോളിൻ്റെ വില കുതിച്ചുയരും. പെട്രോളിൻ്റെ വില കുതിച്ചുയർന്നാൽ ആവശ്യ വസ്തുക്കളുടെ വിലയും വല്ലാതെ ഉയരും. വളരെയധികം ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്താനായിട്ട് വേറൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു അവസരത്തിലും ഏതൊരവസരത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഏത് സംഗതിയും തരുന്നവൻ അല്ലാഹുവാണ്. ബറക്കത്ത് തരുന്നവൻ അല്ലാഹുവാണ്. ഇല്ലായ്മയും അതുപോലെ തന്നെ ഉള്ള സാഹചര്യവും ഒക്കെ തരുന്നവൻ റബ്ബുൽ ആലമീനായ പടച്ചോനാണ്. ഈ റബ്ബ് നമുക്ക് ബറക്കത്ത് തരാൻ, നമ്മുടെ അന്നം മുട്ടാതിരിക്കാൻ, നമുക്കൊരു ഷോർട്ടേജും ഇല്ലാതിരിക്കാൻ, ബറക്കത്തിൻ്റെ കവാടങ്ങൾ മഴ പെയ്യിക്കും പോലെ പടച്ചോൻ അങ്ങ് തുറന്നിടാൻ 1-2 സൂറത്തും ഒരു അത്ഭുത ദിക്റും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇന്നു മുതൽ പ്രത്യേകിച്ച് പ്രവാസികൾ മാത്രമൊന്നുമല്ല കേട്ടോ, നാട്ടുകാരടക്കം എല്ലാവരും മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ. നമ്മുടെ കുടുംബക്കാർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തോ. അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങളുടെ ബറക്കത്തിന് ഒരു മുട്ടും തരില്ല. നിങ്ങളുടെ ലൈഫിൽ ഈ ബറക്കത്ത് നിറഞ്ഞു നിൽക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. 30,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട്. ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ എല്ലാവരും? ഉസ്താദേ, ഇപ്പോഴത്തെ ഈ ഒരു യുദ്ധ സാഹചര്യത്തിലൊക്കെ എങ്ങനെയാണ് ഹാപ്പി ആയിരിക്കാൻ പറ്റുകയെന്നാണ് പല പ്രവാസികളും സങ്കടം പറഞ്ഞവരുണ്ട്. അടച്ചുപോയ പല കടകളിലെയും ജോലിക്കാരായ ആളുകൾ സങ്കടം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുതലാളിമാർ സങ്കടം പറഞ്ഞവരിലുണ്ട്. ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആദ്യമായിട്ടുണ്ടാകുന്ന സംഗതിയൊന്നുമല്ല. ഇതിൽ പടച്ചോൻ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളെ ജൂതനും അതുപോലെ തന്നെ ജൂതൻ്റെ ദാസ്യപ്പണി ചെയ്യുന്ന അമേരിക്കയും അറ്റാക്ക് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന് മുസ്ലിം രാഷ്ട്രം എന്നത് തന്നെ ഒരു കാരണമാണ്. കാരണം മുസ്ലിംകളെ അവർക്ക് കണ്ടുകൂടാ. മുസ്ലിംകളുടെ ഈ മനോഹരമായ വളർച്ച, ഇന്ന് ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്കിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മതമേതാ? അള്ളാൻ്റെ മതമായ പരിശുദ്ധ ദീനാണ്, അല്ലേ? അത് ഇവന്മാർക്ക് കണ്ടുകൂടാ. അതൊന്ന്. മറ്റൊന്ന് പെട്രോൾ തന്നെയാണ്. പെട്രോൾ, ലോകത്തെ ഏറ്റവും കൂടുതൽ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ, അതിൽപ്പെട്ട രാജ്യങ്ങളാണ് മുസ്ലിം രാഷ്ട്രങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ UAE, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളൊക്കെ, അതൊക്കെ ഇന്ന് അമേരിക്കയുടെയും ജൂതൻ്റെയും വെറും അടിമകൾ മാത്രമാണ്. ആരൊക്കെ എന്നെ എന്തൊക്കെ പറഞ്ഞാലും, ഏത് പ്രവാസി എന്നെ ചീത്ത വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ചിലർ പറയും UAE കുറ്റം പറയാൻ പറ്റുമോ, സൗദിയെ കുറ്റം പറയാൻ പറ്റുമോ, അവിടുത്തെ ചോറല്ലേ മലയാളികൾ തിന്നുന്നത്, എന്താടോ അല്ല എവിടെ പോയി ഭക്ഷണം തരുന്ന UAE അങ്ങനെയാണോ? നമുക്ക് UAEയോടോ അതുപോലെ തന്നെ സൗദിയോടോ ഒരു ദേഷ്യമില്ല കേട്ടോ. അവരൊരുപാട് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫലസ്തീനിലേക്ക് അവർ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഭക്ഷണത്തെക്കാൾ ഉപരി ഒരു നിലപാടെടുക്കാമായിരുന്നല്ലോ. ഈ ജൂത സിയോണിസ്റ്റ് രാഷ്ട്രം പാവപ്പെട്ട ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ ക്രൂരമായി കൊല ചെയ്യുമ്പോൾ അതിനെതിരെ ഒരു നിലപാട് പറയാൻ ഇവർക്ക് പറ്റിയോ? അതല്ലേ വേണ്ടത്. അത് നമ്മൾ പറയുമ്പോഴത്തേക്ക് കുറേ പ്രവാസികളൊന്നുണ്ട്, ഓ അന്നം തരുന്ന രാജ്യത്തെ നിങ്ങൾ കുറ്റം പറയാണോ, നിങ്ങൾ വന്ന് പണിയെടുക്കുമോ? എന്ത് ചോദ്യമാണത്? ഫലസ്തീനെ നശിപ്പിക്കാൻ നടക്കുന്ന ഇസ്രായേലിനെതിരെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കണ പോലെയാണ്, നിങ്ങൾക്ക് ഇസ്രായേലിൽ ഒന്ന് പണിയെടുക്കാൻ പറ്റുമോ? അങ്ങനെയാണ് ചോദിക്കേണ്ടത്. നിലപാടെവിടെയും മനുഷ്യന് തുറന്നു പറയാമല്ലോ. നിങ്ങൾ ഇപ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്ന ഈ മനോഹരമായ ഒരു നാടുണ്ടല്ലോ, അല്ലാ, ആ പരിശുദ്ധമായ
പരിശുദ്ധ ഭൂമി നിലനിൽക്കുന്ന ആ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ജൂത സിയോണിസ്റ്റുകൾ ഇറങ്ങിയിട്ട് എന്ത് മിണ്ടി ഇവർ വെറും അടിമകളായി. അതുകൊണ്ട് തന്നെ ഇത്തരം അടിമകളുടെ എണ്ണപ്പാടങ്ങൾക്ക് കാവലായിട്ട് അമേരിക്കയും ജൂത സിയോണിസ്റ്റ് രാഷ്ട്രങ്ങളുണ്ട്. എന്നാൽ ഇവരുടെ മുമ്പിൽ പോയി ഒച്ചാനിച്ച് നിൽക്കാത്ത രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഷിയാക്കളാണ്, വിശ്വാസധാര പിഴച്ചതാണ്, ആയിക്കോട്ടെ, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കോൺസെപ്റ്റിൽ മുസ്ലിങ്ങളല്ലേ. അതുകൊണ്ട് തന്നെ ഇറാനോടൊപ്പം നിൽക്കാനാണ് ഒരു മുസ്ലിമിന് കഴിയുക. അല്ലാതെ ഈ സിയോണിസ്റ്റുകാരുടെ കാല് നക്കുന്നവരുടെയും പിന്നാലെ നടക്കാൻ ഒരിക്കലും മുസ്ലിമിന് പറ്റൂല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ നിലപാടുള്ള രാജ്യം തന്നെയാണ്, ഒരു രാജ്യമെന്ന നിലക്ക് നിലപാടും അന്തസ്സുമുള്ളൊരു രാജ്യം തന്നെയാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ എവിടെയൊക്കെയോ യുദ്ധം നടക്കുകയാണ്. അത് ഇറാനും അമേരിക്കയും അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലല്ലേ, നമുക്കെന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ആളുകളോട് പറയട്ടെ, ഒരു കാര്യവും നമുക്കുണ്ടായിരുന്നില്ലേ? ഇന്ന് എത്ര പേരുടെ വീട്ടിൽ ഗ്യാസ് ഉണ്ട്? പലരും ഗ്യാസ് കിട്ടാത്തതിൻ്റെ പേരിൽ അടുപ്പ് കൂട്ടാൻ തുടങ്ങി, ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല. അതായത് ഈ പ്രശ്നങ്ങൾ നമ്മുടെ അടുക്കള വരെ എത്തിയിട്ടുണ്ട്. ഇനി അത് കൂടുകയാണ് അല്ലേ? പല ആളുകളുടെയും ജോലി പോയിട്ടുണ്ട്. എത്ര ആളുകൾ സങ്കടം പറഞ്ഞു. ഹോട്ടൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലിക്കാർക്ക് എന്താ പണി? അതുകൊണ്ട് അവിടെ നിന്ന് പിരിച്ചു വിട്ടൊരവസ്ഥ. കാസർഗോഡൊക്കെ 80% ഹോട്ടലുകൾ അടച്ചു എന്നാണ് കേട്ടത്. സുബ്ഹാനല്ലാഹ്, 80% ഹോട്ടലുകൾ ഒരു ജില്ലയിൽ അടച്ചു എന്ന് പറയുമ്പോൾ എത്രായിരം മനുഷ്യർ പണിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വരും. ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കാനായിട്ട് മുതലാളിമാരുടെ കയ്യിൽ എവിടുന്ന? എല്ലാവരും കോടീശ്വരന്മാരായ ആളുകളാണോ ഹോട്ടൽ മുതലാളിമാർ? അല്ലല്ലോ. അതുപോലെ തന്നെ ഇനി ഇതിങ്ങനെ നിലനിന്ന് പോയി കഴിഞ്ഞാൽ പെട്രോളിൻ്റെ വില ഉയരും. നമ്മൾ നേരത്തെ പറഞ്ഞൂലേ, പെട്രോളിൻ്റെ വില ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അവശ്യ സാധനങ്ങൾ, പച്ചമുളകിന് പോലും കുത്തനെ വില കയറും. ആ സമയത്ത് പാവപ്പെട്ടവൻ ഇങ്ങനെ നട്ടം തിരിയും അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടത് പടച്ചോൻ്റെ കാവലാണ്. അള്ളാൻ്റെ കാവലില്ലാതെ രക്ഷപ്പെടില്ല കേട്ടോ. ഇനി ഈ യുദ്ധ സാഹചര്യങ്ങളൊന്നും തന്നെ അല്ലെങ്കിലും പടച്ചോൻ്റെ ബർക്കത്തില്ല, നമുക്ക് സമാധാനം ഉണ്ടാവില്ല. സമാധാനം പടച്ചോൻ ഇറക്കിത്തരണം. ബർക്കത്ത് അള്ളാഹ് ആകാശ ലോകത്ത് നിന്ന് നമുക്കിങ്ങനെ ഇറക്കിത്തരണം. സുബ്ഹാനക യാ റബ്ബ്. മനസ്സിലായോ? ഇവിടെ ഒരു പഠിക്കേണ്ട ഒരു സംഗതി ഉണ്ടല്ലോ. അതായത് നമ്മൾ എന്തെല്ലാം ദിക്ർ ചൊല്ലിയാലും എന്തെല്ലാം ഖുർആൻ ഓതിയാലും ഒരു കാര്യമില്ല, ഒരു ബോധ്യമില്ലാതെ. ഇവിടെ പടച്ചോൻ നമ്മളൊരു പാഠം പഠിപ്പിക്കുകയാണ് അല്ലേ? ആരൊക്കെ എന്തൊക്കെ കഴിവുണ്ടെന്ന് പറഞ്ഞാലും ഭക്ഷണം അള്ളാഹ് തരാതെ ഉണ്ടാവില്ല. ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് അല്ലേ? ഈ ബോധ്യം, എൻ്റെ റബ്ബാണ് എനിക്ക് ഭക്ഷണം തരുന്നത്, അല്ലെങ്കിൽ UAE ആണ് എനിക്ക് ഭക്ഷണം തരുന്നത്, അല്ലെങ്കിൽ യുദ്ധമില്ലാത്ത സാഹചര്യമാണ് എനിക്ക് ഭക്ഷണം, അതൊന്നുമല്ല. കാരണങ്ങളിലേക്കല്ല ഈമാനുള്ളൂ നോക്കുക. എൻ്റെ റബ്ബാണ് എനിക്ക് ഭക്ഷണം തരുന്നത്, എൻ്റെ റബ്ബാണ് എനിക്ക് ഗ്യാസ് തരുന്നത് അല്ലേ? ഞാൻ കാരണങ്ങളിൽ ടെൻഷൻ അടിച്ച് നിൽക്കാതെ ഞാൻ എൻ്റെ റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ റബ്ബാരാ? അവൻ ഉറക്കമില്ലാത്ത, തൂങ്ങി ഉറക്കം പോലുമില്ലാത്ത, മാലിക്കുൽ മുൽക്കായ, എല്ലാ അധികാരികളുടെയും മുകളിൽ അധികാരമുള്ള നാഥനായ റബ്ബിൻ്റെ അടിമയാണ് ഞാൻ. ആ ബോധ്യത്തിൽ നിന്നിട്ട് 2 സൂറത്ത് നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ? ഈ ബോധ്യമല്ലാതെ എന്ത് സൂറത്ത് ഓതിയിട്ടൊരു കാര്യമില്ല കേട്ടോ. ഒന്ന് സൂറത്ത് യാസീൻ തന്നെ. അതേ യാസീനൊക്കെ ഞങ്ങൾ ഓതാറുണ്ട്. ആ യാസീനല്ല, ഈ യാസീൻ ഓതണം. ഏത് യാസീൻ? ഈ ഗ്യാസ് ഷോർട്ടേജ് തന്ന അള്ളാനെ ഓർക്കണം. ഗ്യാസ് തരുന്നവനായ അള്ളാനെ മാത്രമല്ല, ഗ്യാസ് തരുന്നതും ഗ്യാസ് ഷോർട്ടേജ് തരുന്നതുമായ അള്ളാഹ്. ആ റബ്ബാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. എൻ്റെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് ഈ ഷോർട്ടേജ് മാറ്റാൻ പറ്റില്ല. പൈസയോ എൻ്റെ അധികാരമോ എൻ്റെ സ്ഥാനമോ ഒന്നുമല്ല ഇവിടെ കാരണം. അള്ളാഹ് തരാത്തത് കൊണ്ടില്ല, അള്ളാഹ് തന്നാലുണ്ടാവും. ഞാൻ ആ റബ്ബിലേക്ക് ഏൽപ്പിക്കാൻ. ഇതാ യാസീൻ ഓതിട്ട്, പടച്ചോനെ എൻ്റെ ജീവിതത്തിലെ ഈ ഒരു ദുർഘടം പിടിച്ച മേഖലയിൽ നിന്ന് നീ ഒന്ന് കരകയറ്റണേ അല്ല, നീ ഒരു ബറക്കത്ത് തരണേ അല്ല. മനസ്സോർ നിങ്ങൾ ഇതായിരുന്നു, അള്ളാഹു എളുപ്പാക്കി തരും. അതോടൊപ്പം ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. ഈ ബോധത്തിലോതണം. ലം യുസിബുഹു, നിങ്ങൾക്ക് ഒരിക്കലും സംഭവിക്കൂല എന്നാണ് അല്ലേ ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ദാരിദ്ര്യം എന്ന് പറയുന്നത്, ബറക്കത്തുകൾ എന്ന് പറഞ്ഞ സംഗതി വാഖിഅ ഓതുന്നവന് ഒരിക്കലും സംഭവിക്കില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിങ്ങനെ പതിവായി നിങ്ങൾ ഈ ബോധ്യത്തിൽ ഓതിക്കോ. നിങ്ങളുടെ ഗ്യാസും മുട്ടൂല, നിങ്ങളുടെ പെട്രോളും മുട്ടൂല, നിങ്ങളുടെ ജോലിയും പോവില്ല. ഇനി ജോലി പോയാലും പടച്ചോൻ്റെ ഭക്ഷണത്തിൻ്റെ കവാടം നിങ്ങൾക്ക് മുമ്പിൽ അടയ്ക്കപ്പെടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത ബറക്കത്ത് ഉണ്ടാവും. ഉറപ്പാണ്. അക്കൂട്ടത്തിലൊരു ദിക്റും കൂടെ ഉണ്ട്. ഏതാണ് ദിക്ർ? ഒന്ന് ചൊല്ലി നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മലിക്കുൽ ഹഖുൽ മുബീൻ ഹുവ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലേ, അള്ളാഹിൻ്റെ നാമത്തിൽ തുടങ്ങാൻ. ബിസ്മി കൊണ്ടേ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. ബിസ്മി ഇല്ലാത്തതിലൊന്നും ബർക്കത്തില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് കാര്യം ബിസ്മി കൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ്
അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല അല്ലേ? ഞാൻ മനസ്സിൽ കരുതിയിട്ടുള്ള ആ അധികാരി ട്രംപോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒന്നുമല്ല, അധികാരി അള്ളാഹു മാത്രമാണ്. അതാണ് അൽ മലിക്, അവനാണ് രാജാവ്, അവനാണ് രാജാവ്, അവൻ മാത്രമാണ് രാജാവ്. ബാക്കിയുള്ള രാജാക്കന്മാരൊക്കെ അടിമകളായ കുറേ മനുഷ്യന്മാർ. ഉടമയായ നാഥൻ അവനാണ് മാലിക്കുൽ മുൽക്ക് അല്ലേ? അൽ ഹഖു, സത്യം അവൻ മാത്രമാണ്, അവനാണ് ആത്യന്തികമായ സത്യം. അൽ മുബീൻ, സുബ്ഹാനക യാ റബ്ബ്, വ്യക്തമായതും അവൻ്റെ നിയമങ്ങൾ അവൻ തന്നെയുമാണ്. ഹുവ നിഅമൽ മൗല, ഭരമേൽപ്പിക്കാൻ പറ്റിയവൻ അവൻ തന്നെയാണ്. ഞാൻ ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചു, ഞാൻ അള്ളാഹിനെ ഏൽപ്പിച്ചു. വ നിഅമൻ നസീർ, ഏറ്റവും നന്നായി സഹായിക്കാൻ പറ്റുന്നവനും അവൻ മാത്രമാണ്. അവൻ മുഖേനയുള്ള സഹായം അതാണ് നമ്മുടെ കയ്യിൽ കിട്ടേണ്ടത്. അവനാണ് ഗ്യാസ് തരേണ്ടത്, അവനാണ് പെട്രോൾ തരേണ്ടത്, അവനാണിത് മാറ്റേണ്ടത്, അവനാണ് യുദ്ധം നിർത്തേണ്ടത്, അവനാണ് ഇതൊക്കെ റെഡിയാക്കിയിട്ട് സമാധാനം ഇറക്കി തരേണ്ടത്. യാസീൻ, വാഖിഅ, ഈ ദുആ. ഏത് ദുആ? നമ്മളിപ്പോൾ പഠിച്ചത്. ഒന്നുകൂടെ ചൊല്ലിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ഹുവ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ അയൽപക്കത്തെ വീടുകളിലൊക്കെ പലപ്പോഴും ജോലി നഷ്ടപ്പെട്ടവർ, ഗ്യാസില്ലാത്തവർ, പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് സഹായിക്കുക. എന്നിട്ട് പടച്ചോനെ അവർക്ക് നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാ. അല്ലെങ്കിൽ ലോകത്തൊരുപാട് പ്രവാസികളായ സഹോദരങ്ങൾ, ഈ നാടുകളിൽ തന്നെ, യുദ്ധം നടക്കുന്ന നാടുകളിൽ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ, ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാരക്കുമ്പോൾ നമ്മൾ എന്താണോ പടച്ചോനോട് ചോദിക്കുന്നത് അത് പടച്ചോൻ നമുക്ക് ഇറക്കി തന്ന് നമ്മളെ സഹായിക്കുമെന്ന് പഠിപ്പിക്കുന്നത് ആരാ? ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെ? യാസീനോദനം, ഏത് ബോധ്യത്തിൽ? നമ്മൾ നേരത്തെ പഠിച്ച ബോധ്യത്തിലല്ലേ? വാക്യാവോദനം, നമ്മൾ നേരത്തെ പഠിച്ച ദിക്ർ, ആ ദുആ ചൊല്ലണം. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി, പ്രയാസങ്ങൾ അനുഭവിക്കണം എല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം. അള്ളാഹു നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾക്കടക്കം അവരുടെ കുടുംബാദികൾക്ക് നമുക്കെല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. യുദ്ധക്കെടുതികളിൽ നിന്ന് അള്ളാഹു ഉമ്മത്തിന്, ലോകത്തിന് അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം സമ്മാനത്തിനായി നമ്മൾ ചോദിച്ച ചോദ്യത, സൂറത്തുൽ കഹഫിൽ അസ്ഹാബുൽ കഹഫിൻ്റെ പിന്നാലെ നടന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ആ നായയുടെ പേരെന്താണ്? ഖിച്ചുമീർ എന്നാണ്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ സിമ്പിളായ ഒരു ചോദ്യം. ഈ ആഴ്ച നമ്മൾ വിജയെ തിരഞ്ഞെടുക്കൂട്ടോ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളൂ യാത്ര കഴിഞ്ഞിട്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മുടെ അഡ്മിൻസ് അതിൻ്റെ ഒരുക്കത്തിലാണ്. കൃത്യമായിട്ട് ആ ചോദ്യോത്തരങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്ത ആളുകളെ കൃത്യമായി തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് വേണ്ടേ തിരഞ്ഞെടുക്കാനായിട്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ സിമ്പിളായ ചോദ്യം, അസ്ഹാബുൽ കഹഫ് അല്ലേ, ഗുഹാവാസികളായ മഹാന്മാർ എത്ര പേരാണ്? നായയെ ഒഴിവാക്കിയിട്ട് എത്ര ആളുകളാണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല, നീ ഹായിബാക്കല്ലേ അല്ല. പടച്ചവനെ, യുദ്ധഭീതിയിൽ നിന്ന് ലോക സമുദായത്തിന്, ലോക സമൂഹത്തിന്, ലോക മുസ്ലിം ഉമ്മത്തിന് നീ കാവലേക്കണേ അല്ല. കരുണക്കടലായ റബ്ബേ, യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കുന്ന നിലയിൽ മുസ്ലിം ഉമ്മത്തിന്, ലോകത്തിന് നീ വിജയം നൽകണേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ തമ്പുരാനെ, പ്രവാസികളായ ഒരുപാട് സഹോദരങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ട്, കാവലേക്കണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാ ബറക്കത്തിൻ്റെയും വാതായനങ്ങൾ തുറന്നു നൽകണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, ഹൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട്, മക്കളെ കൊടുക്കണേ അല്ലാ. ഉള്ള സന്താനങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. എല്ലാവിധ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണേ തമ്പുരാനെ. യാ റബ്ബന, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. വിവാഹപ്രായം എത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകൾ നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മരിച്ചു പോയിട്ടുണ്ട് എല്ലാവരുടെയും ഖബർ വെളിച്ചമാക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആരുടെ മുഖമാണോ വരുന്നത് അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ബാപ്പയും ഉമ്മയും അതിലുണ്ട്, ഖബർ വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങളാരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.